Good morning, students. In the last class, we discussed about leverage ratios. There are two types of leverage ratios, structural ratios and coverage ratio. And structural ratio consists of debt-equity ratio. And we have explained about debt-equity ratio, that is long-term debt-equity ratio. It is to be calculated by dividing the long-term debt by equity. Long-term debt-equity ratio is equal to long-term debt divided by equity. Then what are the components of long-term debt-equity ratio? There are two components, long-term debt and equity. What is long-term debt? Long-term debt means it refers to the funds invested by the outsiders. Clear? That is in the form of credit or any other form, that it includes debentures, mortgages and all long-term funds. Long-term debt includes debentures, mortgages and all long-term funds. ഡിബഞ്ചേഴ്സും മറ്റുള്ള ലോങ് ടേം ലോൺസും അതുപോലെയുള്ള മറ്റെല്ലാ ലോങ് ടേം ഫണ്ട്സും ഈ ലോങ് ടേം ഡെപ്റ്റ് എന്നുള്ള കാറ്റഗറിയിലാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഫണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാറ്റഗറിയിലുള്ള ഫണ്ട്സും നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് എന്നാണ് പറയാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ ഇക്വിറ്റി ഓർ ബോറോഡ് ഫണ്ട്സ്. ഓക്കെ, ലോങ് ടേം ഡെപ്റ്റ് എക്സ്റ്റേണൽ ഇക്വിറ്റി എന്നും ബോറോഡ് ഫണ്ട്സ് എന്നും അറിയപ്പെടാറുണ്ട്. ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ് എക്സ്റ്റേണൽ ഇക്വിറ്റി അഥവാ ബോറോഡ് ഫണ്ട്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അതിൽ രണ്ടാമത്തെ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി മീൻസ് നമുക്കറിയാം ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇക്വിറ്റി എന്ന് പറയാറുള്ളത് അല്ലേ. ഇറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് സാധാരണഗതിയിൽ ഇക്വിറ്റി എന്നുള്ള കാറ്റഗറിയിൽ വരാറുള്ളത്. നോർമലി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റിയിൽ സാധാരണ ഉൾപ്പെടുത്താറുണ്ട്, വെദർ ഇറ്റ് ഈസ് റെഡീമബിൾ ഓർ റെഡീമബിൾ ആഫ്റ്റർ 12 years. ദാറ്റ് ഈസ് ഇഫ് ദേ ആർ റെഡീമബിൾ വിത്തിൻ 12 years ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ഡെപ്റ്റ്. അതായത് പ്രിഫറൻസ് ഷെയർസ് അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ദേ ആർ റെഡീമബിൾ എന്ന്, അല്ലെങ്കിൽ ഒരു 12 വർഷത്തിനുള്ളിൽ റെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അത് ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് വെദർ പ്രിഫറൻസ് ഷെയർസ് ആർ റെഡീമബിൾ ഓർ ഇറെഡീമബിൾ, ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് നമ്മൾ സാധാരണയായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ അത് ഡെപ്റ്റ് ആയിട്ടും വരാം, അതുപോലെ തന്നെ ഇക്വിറ്റി ആയിട്ടും കൺസിഡർ ചെയ്യും. അപ്പം 12 വർഷത്തിന് ശേഷം റെഡീം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇറെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും നമ്മളത് ഇക്വിറ്റി ആയിട്ട് എടുക്കും. പക്ഷേ അത് വിത്തിൻ 12 years റെഡീമബിൾ ആണെങ്കിൽ അത് ഡെപ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക സാധാരണ. ക്ലിയർ ആണോ? അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ ഇൻറ്റേർണൽ ഇക്വിറ്റി. ഇങ്ങനെ രണ്ട് രീതിയിലും അത് അറിയപ്പെടുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയും, ഇക്വിറ്റി എന്ന് പറയും. ക്ലിയർ? ഇൻറ്റേർണൽ ഇക്വിറ്റി. അപ്പോൾ നമ്മൾ ഇക്വിറ്റി എന്ന് പറയും, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയും. ഓർ അതർവൈസ് വി ആർ യൂസിങ് എ ടേം സച്ച് ആസ് നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് യൂസ് ചെയ്യുന്നതിനേക്കാളും നെറ്റ് വർത്ത് എന്ന് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. നെറ്റ് വർത്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, when all the accumulated losses and fictitious asset, an example ആണ് preliminary expenses, these are deducted from the shareholders fund, we get net worth. shareholders fund എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, വെദർ റെഡീമബിൾ അല്ലാത്ത ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഒന്നും മെൻഷൻ ചെയ്യാത്ത പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരെ അല്ലേ. അതിൽ നിന്ന് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, അതായത് അക്യുമുലേറ്റഡ് ലോസസ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസസ്, ഈ ഐറ്റംസ് അതൊക്കെ അതിൽ പെടുന്നതാണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നതാണ്. പ്രിലിമിനറി എക്സ്പെൻസസ് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് നെറ്റ് വർത്ത്. ഓക്കെ, ഇതെല്ലാം ഒരേപോലെ യൂസ് ചെയ്യുന്ന 3 ടേംസാണ് ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അഥവാ നെറ്റ് വർത്ത്. ജനറലി ദീസ് ആർ വൺ ആൻഡ് ദി സെയിം. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം എങ്ങനെയാണ് നമ്മൾ
ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാം. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇനി വാട്ട് ഈസ് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ? ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. വാട്ട് ഈസ് ടോട്ടൽ ഡെപ്റ്റ്? Total debt means it includes all debts, whether long term or short term. ഷോർട്ട് ടേം ഡെപ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് ലയബിലിറ്റീസ്, അതും അലോങ് വിത്ത് അതിൻ്റെ കൂടെ ലോങ് ടേം ഡെപ്റ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഡെപ്റ്റ്. ഈ ടോട്ടൽ ഡെപ്റ്റിനെ ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടും. സാധാരണ നിങ്ങൾക്ക് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാൻ പറഞ്ഞാൽ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ലോങ് ടൈം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനേ പറയുള്ളൂ. അത് ലോങ് ടൈം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നോ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നോ മെൻഷൻ ചെയ്യാറില്ല. നിങ്ങൾ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്, ലോങ് ടൈം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കറണ്ട് റേഷ്യോ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ ഫണ്ട്സ് പ്രൊവൈഡഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് ബി ഈക്വൽ. ഡെപ്റ്റും ഇക്വിറ്റിയും ഈക്വൽ ആണെന്നർത്ഥം. അതാണ് 1:1 എന്നുള്ളതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ is of particular importance to long-term creditors. It indicates the degree of protection the creditors have. ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റേഴ്സിന് എത്രമാത്രം പ്രൊട്ടക്ഷൻ ഉണ്ടോ അതിൻ്റെ ഒരു ഡിഗ്രി കാണിക്കുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് സേഫ്റ്റി ടു ദി ക്രെഡിറ്റേഴ്സ് ആൻഡ് ലോ റേഷ്യോ ഷോസ് ഗ്രേറ്റർ റിസ്ക് ടു ദി ക്രെഡിറ്റേഴ്സ്. അതായത് ഡെപ്റ്റ് കൂടുതലാവുമ്പം ഔട്ട്സൈഡ് ബോറോയിങ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫണ്ടാണ് കൂടുതലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതലായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റേഴ്സിന് ഒരു സേഫ് പൊസിഷനിലാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി തന്നെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് കാണിക്കുന്നത് അല്ലേ. അതായത് ഒരു ഓർഗനൈസേഷനിൽ എത്രമാത്രമാണ് ഡെപ്റ്റ് ഉള്ളത്, എത്രയാണ് ഇക്വിറ്റി ഉള്ളത്, ആ ഒരു പ്രപ്പോർഷനെ കാണിക്കുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. സോ എ ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹയർ പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് കണ്ടന്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ആണല്ലോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ബോറോഡ് ക്യാപിറ്റലാണ് കൂടുതൽ, ഇക്വിറ്റിനേക്കാളും അല്ലെങ്കിൽ ഓൺ ഫണ്ടിനേക്കാളും കൂടുതൽ എന്താണ്? ബോറോഡ് ഫണ്ട് അഥവാ ഔട്ട്സൈഡ് ഫണ്ടാണെന്നുള്ളതാണ് ഒരു ഹൈ റേഷ്യോ കാണിക്കുന്നത്. ഓർഗനൈസേഷൻ എപ്പോഴും ഒരു ഡെപ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ലോവർ ദാൻ ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അല്ലെങ്കിൽ ഇക്വിറ്റിനേക്കാൾ എപ്പോഴും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ഫണ്ട് റേസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. റിസ്ക്കും കുറവാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അവിടെ വേറൊരു ബെനിഫിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിബഞ്ചർ അതായത് ഡെപ്റ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റമാണ്. അതിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അപ്പം ടാക്സ് കൊടുക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഐറ്റംസ് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇത് ഇൻട്രസ്റ്റ് ഡെപ്റ്റിൻ്റെ മുകളിൽ. അതുകൊണ്ടാണ് മോസ്റ്റ് കമ്പനീസും ഷെയർസിനേക്കാളും കൂടുതലായിട്ട് ഡെപ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇഷ്യൂ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് കോസ്റ്റ് കുറവാണ്. മാത്രമല്ല അതിൻ്റെ മുകളിൽ നമ്മൾ പേ ചെയ്യുന്ന ഷെയറിന് നമ്മൾ ഡിവിഡൻ്റാണ് കൊടുക്കുക, അത് ഓൺ ഫണ്ടാണ്, കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതാണ് അല്ലേ. പക്ഷേ ഡിബഞ്ചർ ഇൻട്രസ്റ്റും കമ്പൽസറി ആണെങ്കിൽ കൂടി കൊടുക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിന് നമുക്ക് എന്തുണ്ട്? ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഇക്വിറ്റിയുടെയും ഒരു മിക്സ്ചർ. അത് എത്രയാണ് ആ ഒരു സ്ട്രക്ചറിൽ എത്ര ഡെപ്റ്റാണ്
അല്ലെങ്കിൽ ഡെപ്റ്റ് ആണോ കൂടുതൽ ഇക്വിറ്റി ആണോ കൂടുതൽ എന്നത് നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ കോഴ്സ് പേജിൽ ഈ ടോപ്പിക്കിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.